ഇന്ന് കുഞ്ഞുങ്ങളുടെ ഫുഡിൻ്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് നമ്മുടെ മാമ്പഴം, പഴുത്ത മാങ്ങ. കുഞ്ഞുകാലത്തൊക്കെ ഒത്തിരി മാമ്പഴം കഴിച്ചിട്ടുണ്ട്. പല വെറൈറ്റി മാമ്പഴം ഉണ്ടായിരുന്നു വീട്ടിൽ. കർപ്പൂര മാങ്ങ, നാട്ടുമാങ്ങ, അഞ്ചമാങ്ങ, കോട്ടൂർക്കോണം, മൈലാപ്പൂ, അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു 10-20 എണ്ണമൊക്കെ ഒരു ദിവസം കഴിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളാരും വിശ്വസിക്കത്തില്ല എന്നറിയാമെങ്കിലും അങ്ങനെയല്ല. രാവിലെ നമുക്ക് കാപ്പിയുടെ കൂടെ മുതൽ രാത്രിയിൽ അത്താഴത്തിൻ്റെ കൂടെ വരെയും മാങ്ങ ഉണ്ടാവും. പിന്നെ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി ഇറങ്ങി ഈ മാങ്ങ തീറ്റിയാ കേട്ടോ ജോലി. ഇപ്പം പിന്നെ മാമ്പഴമൊക്കെ കുറഞ്ഞല്ലോ, മാമ്പഴം കുറഞ്ഞു, മാവെല്ലാം മുറിച്ചു. പിന്നെ നമ്മൾ കാത്തിരുന്ന് കിട്ടുന്ന കുറച്ച് മാമ്പഴം അത്രയേ ഉള്ളൂ. അന്ന് ഇത്രയും പഴുത്ത മാങ്ങ കിട്ടുന്ന സമയത്ത് മിസ് ചെയ്ത 2 റെസിപ്പീസാണ് മാമ്പഴപ്പുട്ടും മാമ്പഴ പുളിശ്ശേരിയും. മാമ്പഴപ്പുട്ടിൻ്റെ വിശേഷം ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയാവേ. ഇപ്പം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ഞാൻ എൻ്റേതായ സ്റ്റൈലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല പഴുത്ത മാങ്ങ തൊലി കളഞ്ഞ് നമുക്കത് നെയ്യിലിട്ട് വഴറ്റി വേവിക്കാൻ വെക്കാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളകും, ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളകും, കുറച്ച് മധുരം കുറവാണെങ്കിൽ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാം. മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കതിൻ്റെ അരപ്പുണ്ടാക്കാം. അരപ്പിൽ കുറച്ച് തേങ്ങ, അതിൽ കുറച്ച് ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത് രണ്ടും കൂടി നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അത് തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്കിവിടെ യോഗട്ടാണ്, പുളിയില്ലാത്ത തൈരായിരുന്നു കിട്ടിയത്. പുളിയുള്ള തൈരായിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായേനെന്ന് തോന്നി. അപ്പോൾ എന്തായാലും ലാസ്റ്റ് കടുകും കൂടി താളിച്ചൊഴിക്കാം. കടുക് താളിക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാൻ മറക്കല്ലേ. അത്രയേ ഉള്ളൂ. ബൈ.